RSSന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ പാലിക്കുന്ന മൗനത്തെക്കുറിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായിരുന്നു. സർവകലാശാലകളിൽ ഗവർണറുടെ ഇടപെടൽ ആരംഭിച്ചത് 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആദ്യം അവർ കേന്ദ്ര സർവകലാശാലകളുടെ ഭരണ സംവിധാനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ശ്രമം ആരംഭിച്ചത്. പിന്നീടാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് തിരിയുന്നത്. അത് 2018 മുതലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ 2019 മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് LDF സർക്കാർ അക്കാലത്ത് സ്വീകരിച്ചത്. അത് LDF സർക്കാർ അധികാരം ഒഴിയുന്നതുവരെ തുറന്നു വന്നു എന്നുള്ളതും എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് മുൻകാലങ്ങളില്ലാത്ത വിധം സർക്കാരും മാറി മാറി വന്ന ഗവർണർമാരും തമ്മിലുള്ള ആശയഭിന്നത ആരംഭിക്കുന്നത്. ഗവർണറുടെ ഈ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. MG യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC-യുടെ നിയമന കാര്യത്തിലും സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റിയതിലും ഇതാണ് വ്യക്തമാകുന്നത്. ഇതിനെ എതിർക്കുന്നില്ല എന്ന സമീപനം പുതുതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. LDF സർക്കാർ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം തടയാൻ നിയമനിർമ്മാണത്തിലൂടെയും അതിനു പുറമെ നീതിപീഠങ്ങൾ വഴിയും ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിയിരുന്നത്. ഇതിന് സമാന്തരമായി ഇടതുപക്ഷ സംഘടനകളും ശക്തമായ പ്രക്ഷോഭങ്ങളും ചെറുത്തുനിൽപ്പും നടത്തിയത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. ഈ ജാഗ്രത അതാണ് മെയ് 18 ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ കാണിക്കാതിരിക്കുന്നത്. ഇതാണ് വിഷയം. ഇതൊരു ഗൗരവമായ വിഷയമാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. അതിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അന്ന് ഗവർണറിൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ശ്രമിച്ചിരുന്നത്. 2022 നവംബറിൽ ഇതിനായി ഓർഡിനൻസ് അംഗീകരിക്കുകയും ഡിസംബറിൽ നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ നിലയാണ് പിന്നെ ഉണ്ടായത്. ഈ ബില്ലിനെ നിയമസഭയിൽ UDF എതിർക്കുകയാണ് ചെയ്തത്. നിയമസഭ പാസാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറായില്ല. ഗവർണർ അത് പിടിച്ചു വെച്ചു. അപ്പോൾ അതിനെതിരായി അന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത്തരം
നടപടികളെയെല്ലാം പിന്താങ്ങേണ്ടവരായിരുന്നു പ്രതിപക്ഷം. പക്ഷേ പിന്താങ്ങുകയല്ല, എതിർക്കുകയും വിമർശിക്കുകയുമാണ് പ്രതിപക്ഷം അന്ന് ചെയ്തത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാബാഹ്യമായ ഇടപെടലുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നിരുന്നത്. ആ ഘട്ടത്തിൽ ബാലിശമായ എതിർപ്പുകൾ ഉയർത്തി UDF ആ ശ്രമത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണുണ്ടായത്. അതാണ് ഗവർണർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജമായി മാറിയത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഗവർണർ അന്യായമായി നിയമിച്ച വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ വിസമ്മതിച്ചു. പഴയ കഥയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ആദ്യം നിപ്പ, ഷിഗല്ല, ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VC-മാർ RSSന്റെ മേധാവി കേരളത്തിൽ വന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്.